ദ്രവ്യദാസന്മാരും വചനക്കൊള്ളക്കാരന്മാരും കോട്ടയത്ത്, വിശ്വാസികൾ ജാഗ്രതയിൽ. മഹാദുരന്തത്തിന്റെ മുന്നറിയിപ്പുമായി വെട്ടിക്കിളികൾ പറന്നു വരുന്നത് പോലെ അടുത്ത ഒരു കൺവെൻഷൻ സീസന്റെ തുടക്കം അറിയിച്ചുകൊണ്ട് കോട്ടയത്തിത ഇന്നലെ മുതൽ ആത്മീയ കുർവാ സംഘങ്ങളിലെ പ്രമുഖരായ വചനക്കൊള്ളക്കാരന്മാരുടെ സംയുക്ത കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു. കോട്ടയം നഗരം ഇനി ഇവന്മാരുടെ അമറൽ കൊണ്ട് മുഖരിതമാകും. പോത്തുകൾക്ക് പോലും നാണം വരുന്ന തരത്തിൽ മുക്രയിട്ട് അമർന്ന ഇനങ്ങൾ വരെ വരുന്നുണ്ട്. ഇനി വരുവാനിരിക്കുന്ന പല പല കൺവെൻഷനുകളിൽ പോയി മുണ്ണക്കുഞ്ഞുങ്ങൾ കയ്യിലുള്ള പണം സ്തോത്രകാഴ്ചയായും ദശാംശമായും കൊടുത്തു തീർക്കുന്നതിന് മുമ്പേ ഒരു യൂണിയൻ ഉണ്ടാക്കി ആ പണമെല്ലാം 4 ദിവസം കൊണ്ട് പിടുങ്ങുവാനുള്ള ഒരു പരിപാടിയാണിത്. നവംബർ 27 മുതൽ 30 വരെ കോട്ടയം നെഹ്റു സ്റ്റേഡിയം വാടകയ്ക്കെടുത്ത് ജർമ്മൻ ഹാങ്ങർ ഇട്ട് 120-80 സ്റ്റേജ്, വലിയ മെഗാ ഷോയ്ക്ക് ഇടുന്നത് പോലെയുള്ള സ്റ്റേജുമൊക്കെ ഇട്ടാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യാശയോത്സവം എന്നാണ് പരിപാടിക്കിട്ടിരിക്കുന്ന പേര്. മുണ്ടവിശ്വാസികളുടെ പോക്കറ്റിൽ കിടക്കുന്ന കോടികൾ നടത്തിപ്പുകാരായ വചനക്കൊള്ളക്കാരന്മാരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തും എന്ന പ്രത്യാശയെ സൂചിപ്പിച്ചാണ് പരിപാടിക്ക് പ്രത്യാശയോത്സവം എന്ന് പേരിട്ടിരിക്കുന്നത്. സാധാരണ ഇവന്മാർ മുണ്ടവിശ്വാസികളെ ഭയപ്പെടുത്തുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ, യേശു വേഗം വരുന്നു, അതുകൊണ്ട് നിന്റെ സ്വത്തുക്കളെല്ലാം വിറ്റുപെറുക്കി, ആഭരണങ്ങളടക്കം വിറ്റുപെറുക്കി ദ്രവ്യദാസന്മാർക്ക് കാഴ്ചവെക്കുക, സ്വർഗരാജ്യം പ്രാപിക്കുക എന്നതാണ് ഇവന്മാരുടെ ഒരു പ്രചരണ രീതി. ഇത്തവണയും ഇതേ ലൈനാണ് ഈ കാട്ടുകള്ളന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളും സംയുക്തമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോഴും തീവെട്ടി തങ്കുവും ചൊറിയൻ താരുവും പോൾ ദിനകരനും എല്ലാം ഈ പരിപാടിയിൽ കൈകോർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരന്മാരും ആത്മീയ ആഭാസന്മാരുമെല്ലാം ഇതിൽ പങ്കാളികളാണ് എന്ന്. വരാൻ പോകുന്ന വലിയ തീവട്ടിക്കൊള്ളയ്ക്ക് മുന്നോടിയായി 2 കാട്ടുകള്ളന്മാർ ഇതിനു മുമ്പേ ഇവിടെ വചനക്കൊള്ള നടത്തി രക്ഷപ്പെട്ടിരുന്നു. അപ്പോസ്തലൻ ടിനുവും ചൊറിയൻ താരുവും. ഈ പരിപാടിക്ക് 3 ദിവസം മുമ്പേ ഈ കോട്ടയത്ത് തന്നെ വചനക്കൊള്ള നടത്തിയിട്ട് പോകുന്ന ഇവന്മാരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇത്തവണ മുഖ്യാതിഥിയായി കൊണ്ടുവരുന്നത് ഇവന്മാർക്ക് പറ്റിയ കക്ഷിയെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ എന്നറിയപ്പെടുന്ന ദക്ഷിണ കൊറിയയിലെ യോയിഡോ ഫുൾ ഗോസ്പൽ ചർച്ചിന്റെ സ്ഥാപകനായ പോൾ യോങ് ഗിച്ചോയുടെ സഭയിലെ നിലവിലെ സീനിയർ പാസ്റ്ററായ യങ് ഹുൺ ലിയെയാണ് കൊണ്ടുവരുന്നത്. പോൾ യോങ് ഗിച്ചോ പ്രശസ്തനായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2014 തന്റെ മകൻ ചോ ജോങ് ഉന്നിൽ നിന്ന് വാങ്ങിയ $23 മില്യൺ ചർച്ച് ഫണ്ട് മോഷ്ടിച്ചതിന് ജയിലിൽ വർഷങ്ങളോളം കിടന്നു എന്നതാണ്. ജയിലിൽ കിടന്ന് നരകിച്ചൊടുക്കം തന്റെ 85-ാമത്തെ വയസ്സിൽ പക്ഷാഘാതം വന്ന് നരകിച്ചാണ് പോൾ യോങ് ഗിച്ചോ മരിച്ചത്. ഈ കള്ളന്റെ പിൻഗാമിയെയാണ് ഇവർ ഇത്തവണ വിശിഷ്ടാതിഥിയായി കൊണ്ടുവരുന്നത്. വിശ്വാസികൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കള്ളപ്പാച്ചർമാർക്ക് കാശുണ്ടാക്കുവാനുള്ള ഒരു പരിപാടി എന്നതിൽ കവിഞ്ഞ് ഈ കൺവെൻഷൻ കൊണ്ട് ആർക്ക് എന്ത് നേട്ടമുണ്ടാകുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇവന്മാർ കോടീശ്വരന്മാരാകുന്നതല്ലാതെ ഒരു മനുഷ്യനെങ്കിലും മാനസാന്തരം ഉണ്ടാകുകയോ ഒരുവനെങ്കിലും ക്രിസ്തുവിലേക്ക് തിരിയുകയോ ചെയ്യുമോ? ഈ കൺവെൻഷൻ നടത്തുന്നത് കുറെ കള്ളപ്ലാച്ചർമാരുടെ മിനിമം മാർക്ക് പോലും ഇല്ലാത്ത മക്കളെ വിദേശത്ത് മെഡിസിൻ വിടാനും വസ്തു വാങ്ങാനും പെൺമക്കളെ കെട്ടിക്കാനും കൊട്ടാരം പണിയുവാനുമുള്ള തുക കണ്ടെത്താനും വേണ്ടിയാണ്. ഈ തെണ്ടലിനെയാണ് ഇവന്മാർ കൺവെൻഷൻ എന്ന ഓമനപ്പേരിൽ വിളിക്കുന്നത്. അത് ലോക്കലായാലും സെൻട്രലായാലും ജനറൽ കൺവെൻഷൻ ആയാലും മുടിയെല്ലാം കറുപ്പിച്ച് ഫേഷ്യലും ചെയ്തു വരുന്ന സ്ഥിരം പ്രസംഗ തൊഴിലാളികളാണ് ഇവിടെയും അമറുവാൻ വരുന്നത്. ഡയറിയിൽ കുറിച്ച 3-4 സ്ഥിരം കഥാപ്രസംഗങ്ങൾ കൊണ്ടാണ് ഇവന്മാർ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. ഈ വചനത്തൊഴിലാളികളിൽ പലരും വചനം വിറ്റ് 10 തലമുറയ്ക്കുള്ള സ്വത്ത് സമ്പാദിച്ചു കഴിഞ്ഞു. മക്കളും കൊച്ചുമക്കളും ഒക്കെ അമേരിക്കയിലും കാനഡയിലും UK-യിലുമാണ്. അവരാരും ഇനി നാട്ടിലേക്ക് തിരിച്ചു വരാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാലും ഇവന്മാരുടെ ആർത്തി തീർന്നിട്ടില്ല. ഈ വചനക്കൊള്ളക്കാരോട് ചോദിക്കുവാനുള്ളത്, മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചാൽ നീ ദൈവനാമം പറഞ്ഞ് കളിപ്പിച്ചുണ്ടാക്കിയ ഈ മുതലെല്ലാം ആരനുഭവിക്കും? സൗജന്യമായി നിനക്ക് ലഭിച്ചതൊക്കെയും സൗജന്യമായി നിനക്ക് കൊടുത്തുകൂടെ? അച്ചായ, നിനക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് ലോകമെമ്പാടും ഓടി നടന്ന് വചനക്കൊള്ള നടത്തിയ KP യോഹന്നാൻ അവസാനം ഒരിറ്റ് വെള്ളമിറക്കി കട്ടിലിൽ കിടന്ന് മരിക്കുവാനുള്ള യോഗമുണ്ടായോ? വചനക്കൊള്ള നടത്തി ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഉണക്കേല പോലെയുള്ള ഒരു വെപ്പാട്ടിയും കൂടെ പിമ്പായി നടന്ന ഒരു കുന്തംപള്ളിയും തട്ടിയെടുത്തു. IPCയെ കുടുംബസ്വത്താക്കി മാറ്റിയ വത്സൻ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇവന്മാരുടെ പുതിയ പരിപാടിയാണ് അടുക്കള വശത്തെ കൺവെൻഷൻ. ബാക്കി എല്ലായിടത്തും വെച്ചു കഴിഞ്ഞു.
വിദേശത്ത് പോയി 10 പുത്തനുണ്ടാക്കി നാട്ടിൽ ഒരു വിലയുമില്ലാതെ നടക്കുന്ന കാവർക്കി പ്രാഞ്ചി അച്ചായന്മാർക്ക് ദേശത്ത് ഷൈൻ ചെയ്യുവാനുള്ള ഏക അവസരമാണ് പയ്യമ്പുറത്തെ കൺവെൻഷൻ. ലോക്കൽ സഭയിലെ പ്ലാച്ചർ വളരെ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കും. കാരണം അയാൾക്ക് എങ്ങനെ പോയാലും ഇത് കഴിയുമ്പോൾ ഒരു 10-25,000 രൂപ ഒപ്പിക്കാൻ പറ്റും. അവധിക്ക് വന്ന പ്രാഞ്ചിയുടെ മിനിമം 2 ലക്ഷം രൂപയെങ്കിലും പോയി കിട്ടും. ഇത്തരം പോങ്ങന്മാർ ഒട്ടുമിക്ക ചവകളിലുമുണ്ട്. ഇവന്മാരാണ് പ്ലാച്ചർമാരുടെ സ്ഥിരം കറവപ്പശുക്കൾ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങൾ തുള്ളിച്ചാടി ഈ ദുരുപദേശക്കാരുടെ അടുക്കൽ പോകരുത്. ഇനി പോകാതിരിക്കുവാൻ പറ്റില്ല എങ്കിൽ ഇവന്മാർക്ക് 10 നയാ പൈസ സ്തോത്രകാഴ്ച ഇട്ടുകൊടുക്കരുത്. അതുപോലെ ഇവന്മാരുടെ പരിപാടിക്ക് കൊണ്ടിരുത്തിയിരിക്കുന്ന ആ ദൈവവേദനെ ഒന്ന് നോക്കി. വി.ഡി. സതീശനും സുവിശേഷവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഇത് പെന്തക്കോസ്തുകാരെ എല്ലാം ഒന്നിപ്പിച്ച് ഇവരുടെ വോട്ടുകളെല്ലാം മേടിച്ചു കൊടുക്കാം എന്ന ഉറപ്പിന്മേൽ നടത്തുന്ന ഒരു സ്പോൺസേഡ് പരിപാടിയാണോ എന്ന് പോലും സംശയിക്കണം. കാരണം ദൈവത്തെ മൊത്തത്തിൽ തൂക്കിവിറ്റ ഈ മോന്മാർ വിശ്വാസികളായ നിങ്ങളെയും മൊത്തത്തിൽ തൂക്കി വിൽക്കും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, അല്ലാത്തവൻ പോയി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.